ഏത് വയസ്സാ? സാധാ ഉവൈസ് ഇന്നലെ മുജിമലയുടെ മോനുണ്ടല്ലോ ഉവൈസ് അസ്ഹരി. മുജീബ് മോനല്ലേ? ഇന്നലെ മെനങ്ങാന്ന് വട്ടവറമ്പിൽ അരവത്തോളത്തിൽ പ്രസംഗിച്ച ഉവൈസ് ഇല്ലേ? ഉവൈസ് നിന്നെ കാണിച്ചായിരുന്നോ? ആരെ കാണിച്ചു? നിന്നെ കാണിച്ചായിരുന്നു. അവനെന്തോ ശൈത്താനിയത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞത്? കടുകെ ഉവൈസ് പറഞ്ഞു. ഉവൈസിന്റെ വോയിസ് ഉണ്ട്. ആർക്ക്? ഉവൈസിന്റെ വോയിസ് കറങ്ങുന്നുണ്ട്. ഒരു മുറുക്കുന്ന ഒരു മിസ്ബാഹി. അത് നിന്നെയാണോ? എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇത് മന്ത്രവാദിയുടെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. എന്നിട്ട് അവന് മുത്തുനബി ഉറങ്ങാൻ പറഞ്ഞു, ഗുളിക കൊടുത്തെന്നോ ഉറങ്ങിയില്ല, ഇതൊക്കെയാണ് പറയുന്ന ഒരു വോയിസ്. എന്നിട്ടിപ്പോ പുള്ളി ആലുവായിരുന്നോ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നത് കേട്ട്. സംഭവം എന്താന്നറിയാവോ? ഇവിടെ കൊണ്ടുവന്നിക്കാ ഏരൂർ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി. ഏരൂർ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയിട്ട് ഇവന്മാര് എന്തൊക്കെ ഓതാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ അടുക്കെ കൊണ്ടുവന്നപ്പോ നമ്മളെ കൊണ്ട് താങ്ങുന്ന സാധനമല്ലത്. ശൈത്താനിയത്താണോ? ശൈത്താനിയത്താ. ഇവനിപ്പോ മുസ്ലിമിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്വത ഇല്ലാത്ത രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ. മുസ്ലിമിനെയോ? ആരെ കണ്ടെന്നാ? മുസ്ലിമിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടേ. അതാ പറഞ്ഞ അത് അവന്റെ ഹാല് മാറിയിരിക്കുവൊക്കെ. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്നതല്ല. ഇതൊക്കെ ആര് പറഞ്ഞു എന്റെ അടുക്കെ കൊണ്ടുവന്നുള്ള കാര്യം? ഒരു വോയിസ് വന്നില്ല ഗ്രൂപ്പില്. ഏത് ഗ്രൂപ്പില്? ഇവിടെ ഗ്രൂപ്പിലൊന്നല്ല, എനിക്ക് നമ്മുടെ സുഹൃത്ത് ഞങ്ങളുടെ 8 പേര് ഞങ്ങളുടെ ഒരു ഒന്നാണ് ഗ്രൂപ്പ് എന്നൊരു ഉണ്ട്. അപ്പൊ അതില് ഗൾഫിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് ഗ്രൂപ്പിനകത്ത് ഇട്ടതാ. അപ്പം ഇവന് വോയിസ് അയച്ചെന്നും പറഞ്ഞോ? അല്ല, ഈ വോയിസ് അവന്റെ കൂട്ടുകാരനുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസാണ്. അവന് റെക്കോർഡ് ചെയ്തതാ. എന്നിട്ട് അങ്ങനെ ഗ്രൂപ്പിനകത്ത് അവന് മറ്റേ ആളിപ്പം പറഞ്ഞേക്കുന്നത് ആലുവയിൽ ഹോസ്പിറ്റലിൽ ആക്കിയേക്കുവാണെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്നറിയാട്ടാ, ഇത് എനിക്ക് നല്ല കാര്യമായ രണ്ട് പണി കൊടുത്ത് എന്റെ അടുക്കേ വന്ന് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് താങ്ങുന്നതല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഉസ്താമാരെ കാണിക്കാൻ. ഞാൻ എന്നിട്ട് പറഞ്ഞ ആരെയാണെന്നറിയാം, EK ദാരിമി ഉസ്താദിന്റെ മോനുണ്ടല്ലോ, അവരെ ആരെങ്കിലും കാണിക്കും, നമ്മളെ കൊണ്ട് ഒക്കത്തില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തല്ലോ. AP ഉസ്താദിനെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെയാണ് അതിനകത്ത് വോയിസ് ഉള്ളത്. എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ ആ കൂട്ടത്തിൽ? അല്ല, നിന്നെ കുറ്റം പറഞ്ഞ നിന്നെ ഒരു മന്ത്രവാദം എടുത്ത് കൊണ്ടുപോയി മുറുക്കുന്ന ഒരു മിസ്ബാഹി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വോയിസ് നിനക്ക് അയച്ചിട്ടുണ്ട്. ആണോ? കേക്ക്. എന്തുവായിരുന്നു? ഓക്കെ. ഇതാ സംഭവം. ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് ആരാന്നറിയാവോ? നമ്മുടെ ഷുഹൈബിക്കാടെ മോൻ ഹാഷിമ് കൊണ്ടുവന്ന എന്റെ മനസ്സിലായോ? അങ്ങനെ കിട്ടിയ സംഭവം. ശൈത്താനിയത്തനാണല്ലോ. കാരണ്ട് പണി ഒപ്പിച്ചു കൊടുത്തയാ. ഇവിടെ അരുവത്തോടത്തിൽ പ്രസംഗിച്ചപ്പോഴും ഈ പറയുന്ന പോലെ പക്വത ഇല്ലാത്ത രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ സംഭവം എന്താ പറയുക, എന്നെ കുറിച്ച് ഇപ്പൊ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഇവൻ ഇന്നലെ ഞാൻ ചരട് കെട്ടിക്കൊടുത്തു. ചരട് കെട്ടിയില്ല, ഓതി കൊടുത്തു. അമ്മാരന്നേരം എന്ത് ചെയ്യുന്നറിയാവോ? ഇത് കെട്ടിയിട്ട് ഇപ്പൊ ഞാൻ എന്നെ വണ്ടി കിടന്ന് ഉറങ്ങിയാ പോവാൻ. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചോണ്ട് പോയി കൂടെ കൊണ്ടുപോയിട്ട് അങ്ങനെ എന്ത് ചെയ്ത് ഈ സാധനം എന്ത് ചെയ്ത് മറ്റേ KMCയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഉറക്കി. അപ്പൊ ഞങ്ങൾ പുറത്തു നിന്ന് വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ എനിക്ക് ഇത് സംഭവിച്ചു അതുകൊണ്ട് നല്ല കാര്യമായി പണിയൊപ്പിച്ചതാ. ഇത് സംഭവം ഇത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഏരൂർ ഉസ്താദും പറഞ്ഞത്. ഏരൂർ ഉസ്താദ് പറഞ്ഞ് ഇത് സിഹിറാണ്, കാര്യമായ ആരാണ്ട് ഒപ്പിച്ച പണിയാന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്ത് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ തിരിച്ചു വന്നപ്പോണ്ട് ഞാൻ വണ്ടിക്കകത്തിരിക്കും. അപ്പൊ ഇവൻ അന്നേരം ഉണന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മുത്തുനബിക്ക് നല്ല ഇഷ്ടപ്പെട്ട ആളാണോ എന്റെ തിരികെ പറഞ്ഞു. ഞാൻ ഇപ്പൊ നിന്റെ തല ഒതുക്കിയ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആള് വന്നല്ലോ. ഇങ്ങനെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞ് പോയേ. അപ്പൊ ചക്കാലയിൽ അഷറഫുക്ക അല്ലല്ലോ, മറ്റേ ഏറ്റവും വിളക്ക് ഉണ്ടല്ലോ സമതുക്കായ വീട്ടിൽ കൊണ്ടുവിടാൻ പോയപ്പോ അവിടെ എത്തിയപ്പോണ്ട് ഇവിടെ എന്തിനാ വന്നത്, നമ്മൾ AP കാണാൻ പോയില്ലയോ, പിന്നെന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പം എന്നെയും ഹാഷിമിനെയും നമ്മുടെ സ്പെയർ പാർട്സ് കഴിക്കുന്ന മുസ്തഫായും കൂടെ ഇറക്കിയിട്ട് വന്നു. ഇത് ഹമുക്കന്മാരാ ഇറക്കി ഇവിടെ ഇറക്കി നമുക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി കയറ്റി. അങ്ങനെ വണ്ടി കയറ്റി. അപ്പൊ എന്തുവായാലും എന്ത് ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞേ മുത്തുനബി ഹുബുള്ള ആൾക്കാരാണോ ഇങ്ങനെ വഴിയിൽ ഇറക്കി എടുത്തുന്നത് ഈ പാരാത്രിക്കെന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞു എന്റെ അടുക്ക മുത്തനബി പറഞ്ഞു ഗുരുത്തക്കേട് കാണിക്കുന്നവരെ കേട്ടിട്ടുണ്ടാന്ന്. ഞാൻ പറഞ്ഞു അതെപ്പോ പറഞ്ഞു, ഞങ്ങളാരും കേട്ടിട്ടില്ല. അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഞാൻ വിട്ടു. അപ്പൊ ഇനി ഗുരുത്തക്കേട് കാണിക്കത്തില്ലെങ്കിൽ വണ്ടി കയറാൻ പറഞ്ഞ് കയറ്റി. എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോ ഇങ്ങോട്ട് അവന് ഡയലോഗ് അടിച്ചു. എന്താണെന്നറിയോ, എന്റെ അടുക്ക മുത്തുനബി പറഞ്ഞ് നീ ആലമിന്റെ കുത്തുബാണെന്ന് ഇപ്പൊ അടുത്ത. ഞാൻ പറഞ്ഞ ഞാൻ തിരിച്ചും അങ്ങോട്ട് ചോദിച്ചേ, ആലമിന്റെ കുത്തുബാണ് ഈ ഇൻഷുറൻസ് ഉള്ള വണ്ടിക്കകത്ത് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ തിരിച്ചവൻ ഇങ്ങോട്ട് എന്റെ അടുക്ക പറഞ്ഞെന്നറിയോ, നിങ്ങൾ മോദി ഷേഖിന്റെ മുരീദല്ലയോ, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ മോദി ഷേഖിന്റെ മുരീദാന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ മോദി ഷേഖിന്റെ മൊഹിബാന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് ഹബ്ബ് വെക്കുന്നവർക്ക് എന്ത് വേണേലും ഉപയോഗിച്ചൂടാ, ഹറാമും ഹലാലും ഒക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പഴത്തേക്ക് ഇവൻ ഓവറായിട്ട് വയലന്റ് ആയി. അപ്പഴത്തേക്ക് സമയത്ത് പറഞ്ഞു അത് പോയിക്കോ, പിന്നെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോയി. അത്രേ സംഭവം ഉള്ളു, മനസ്സിലായോ? അതാണ് സംഭവം. ഞാൻ ചികിത്സിച്ചു വന്നില്ല, സംഭവം ചെറുതാണെന്ന് ഞാനല്ല, ഏരൂർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവന് ഹബില് വിട്ടിട്ട് നല്ല ജിന്ന് കയറുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഭീമാൻ വെച്ച് വന്ന് മാവ് ഉപ്പ് വന്നെന്നൊക്കെ പറയുന്നത്, അതുപോലുള്ള ശൈലിയാണ് സംസാര ശൈലി. അവന്റെ വേറെ വീഡിയോസ് ഒക്കെ കണ്ടില്ലയോ? അതാ പറഞ്ഞ അങ്ങനെയുള്ള രീതിയായി. പണി ആറാണ്ട് കാര്യമായി ഒപ്പിച്ചു കൊടുത്തയാ. എല്ലാ ഗ്രൂപ്പുകളിലും അവന്റെ വീഡിയോകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ വോയിസ് കറങ്ങുന്നുണ്ട്. മോശമായ അഭിപ്രായങ്ങളാ. താണെന്നുള്ള കാര്യം ജനങ്ങൾക്കറിയില്ലല്ലോ. ചൈതാന്യത്തല്ല, പണി ഒപ്പിച്ചു കൊടുത്ത് സിഹറാ കാര്യമായ ആരാണ്ട് ചെയ്ത. ഈ വോയിസ് റെക്കോർഡാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞതോ? ഇപ്പൊ റെക്കോർഡാണ്, ഞാൻ ഗ്രൂപ്പില്ലാൻ വേണ്ടിയുള്ള. ഇതാണ് സംഭവം, നടന്ന സംഭവം ഇതാ. ഓക്കെ അറിയാൻ വേണ്ടി എപ്പോഴും പറയല്ലേ, മുസൽമാനൊക്കെ മുത്തുനബിയില്ലേ, മുത്തുനബീനെ ഞാൻ നേരിട്ട് കണ്ടു ഫയാസെ. എന്ത് രസമാന്നോളിയാ മുത്തുനബീനെ. എന്റെ കൂടെ ഷംസുൽമ എന്റെ കൈ പിടിച്ചത്. മോൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞാ ഷംസുൽമ എടുത്ത് പോവാൻ പോവാ. പോകുന്ന വഴിക്ക് 2-3 ഹൈവാൻ ഓടിക്കാൻ വേണ്ടി, എന്താ 2 പേരെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവറായിട്ട് വിളിച്ചു. അവന്മാരെന്ത് ചെയ്തു, എന്റെ ദേഹത്ത് ശൈത്താനാണെന്ന് കരുതിയിട്ട് ഒരു മന്ത്രവാദി എടുത്ത് കൊണ്ടുപോയി. ഈ മന്ത്രവാദി എടുത്ത് പോകുന്ന സമയത്ത് തന്നെ ഇവന്മാര് ഒരു സാധനത്തിൽ പൊടി കലക്കിയിട്ട് എനിക്ക് വെള്ളം കൊണ്ട് തന്നു, ഉറക്ക ഗുളിക തന്നു. പക്ഷെ ഇത് ഞാൻ കുടിച്ചില്ല. ഇത് കൊണ്ട് തന്നപ്പോ തന്നെ പറയടാ ഇത് ഉറക്ക ഗുളികയാ, ഇത് ഞാൻ കുടിച്ചാൽ ഉറങ്ങും. എന്നിട്ട് ഒറ്റ കുളി കുടിച്ചു, എന്നിട്ട് ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞു. ഉറങ്ങിയില്ലല്ലോ, അവന്മാർ ഉറക്ക ഗുളിക എന്നിട്ട് ഞാൻ ഉറങ്ങിയില്ലല്ലോ. എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയി വന്ന് കുറെ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എന്റെ അടുത്ത് മുത്തുനബി പറഞ്ഞു കുറച്ച് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങി. അപ്പൊ ഞാൻ അങ്ങ് റൗദയിൽ പോയടാ മുത്തുനബിയുടെ കൂടെ. എന്നിട്ട് ഞാൻ റൗദയിൽ പോയ സമയത്ത് ഇവന്മാരെന്ത് ചെയ്തു, എന്നെ മന്ത്രവാദി എടുത്തു കൊണ്ടുപോയി. ഈ മന്ത്രവാദി ഒരു മിസ്ബാഹിയായിരുന്നു, മുറുക്കാന്ന് പോയി. എന്നിട്ട് ഓൻ എന്റെ തലയെ കൈവച്ചിട്ട് എന്തൊക്കെയോ ഓതി മന്ത്രിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവൻ വലിയ ഷേഖുകളി കളിച്ചു. എന്നിട്ട് ഇവന്മാരോട് പറഞ്ഞെന്ന് ഇനി വീട്ടിൽ കൊണ്ട് കിടത്ത് ഉറക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇവന്മാര് വണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ മദീനത്തുനിന്ന് തിരിച്ചു വന്നല്ലോ. മദീനത്ത് പോയാ? എടാ ഇന്നലെ രാത്രി പോയല്ലോ ഞാൻ മദീനത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ ചാടി എണീറ്റിട്ട് ആ കള്ള മന്ത്രവാദിയെ പിടിച്ചിട്ട്, നിന്റെ അടുത്ത് വരുന്ന ശൈത്താങ്കളോട് നീ കളിച്ചാ മതി, എന്നോട് കളിക്കണ്ട, ഞാൻ മുത്തിനെ. എന്നിട്ട് ഉമാരെ കൊണ്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഇപ്പൊ ഞങ്ങൾ ആലുവയിലെത്തി. ആലുവയിൽ ഇവിടെ മുഹീദ്ദീൻ ഷേഖിന് ഇഷ്ടപ്പെട്ട ഒരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ വന്ന് നിന്റെ കൂടെ ആരാണ്? എന്റെ വാപ്പയുണ്ട്, എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനുമുണ്ട്. ഇവരെയൊക്കെ കൂട്ടാമോ? ആണല്ലോ പറഞ്ഞത്. നിന്റെ കൂടെ ആരാണ് ഇപ്പൊ ഉള്ളത്? ഷാജഹാൻ ഉസ്താദും അമീൻ ഉസ്താദൊക്കെ എന്ന് വരൂടാ. എടാ നിന്റെ കൂടെ ഇപ്പൊ വണ്ടിയിലുള്ള ആരാണെന്ന്? ഹാദിമീങ്ങൾ അവരൊക്കെ. ഞാനിപ്പോ പള്ളിയിലടാ, ഞാൻ ഇങ്ങനെ പള്ളിയിൽ പുറത്തിങ്ങനെ നടക്കുക. എനിക്ക് ഉറക്കം. അവന്മാരെ മനുഷ്യന്മാരാ. മനുഷ്യന്മാരാന്ന് മനസ്സിലായി. അതിന്റെ കൂടെ വണ്ടിയുള്ള ആരാ? ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പൊ നിനക്ക് തിരിയൂലടാ. തിരിയണ്ട, നീ ഫോൺ കട്ടിയല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സംസ്ഥാനം കാണുമല്ലോ എനിക്ക്. നീ ഇപ്പൊ എങ്ങോട്ട് പോവാ? ഞാനിപ്പോ കോഴിക്കോട്ടേക്ക് പോവാ. കോഴിക്കോട്ടേക്ക്
പോവാ. ആ AP-നെ കാണണം, അവനെ അടക്കി ഇരുത്താൻ വേണ്ടി. അവന്റെ ടീമെല്ലാം കൂടെ എനിക്ക് സിഹർ ചെയ്യാൻ വേണ്ടി പോവാ. അവന്റെ ടീമെല്ലാം കൂടെ എന്നെ ഭ്രാന്തനാന്ന് പറയാൻ പോയി. മുസ്ലിനബി വന്നിട്ട് പറഞ്ഞു, AP-നോട് പോയി പറയാൻ പറഞ്ഞു, അടങ്ങിയിരിക്കാൻ പറയാൻ പറഞ്ഞു. ഷംസുലുമ്മ പറഞ്ഞു, ഇല്ലെങ്കിൽ മൊത്തത്തിൽ നിരത്തിക്കളയെന്ന് പറഞ്ഞു അവന്റെ ടീമിനെ പറയാൻ പറഞ്ഞു ഷംസുലുമ്മ എന്നോട്. ഞാൻ പോയി പറഞ്ഞിട്ട് വരാൻ. AP വിളിച്ചല്ലോ ഞാൻ AP-നെ.